സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലാദ്യമായി ഹൈക്കമാൻഡ് ജനഹിതത്തിന് വഴങ്ങിയിരിക്കുന്നു. ജനഹിതം മാനിച്ച് ഹൈക്കമാൻഡ് വി.ഡി. സതീശനെ കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സന്തോഷ വാർത്തയിൽ നമുക്ക് ഹൈക്കമാൻഡിനും കോൺഗ്രസ് പാർട്ടിക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അവർ ജനഹിതം വഴങ്ങിയിരിക്കുന്നു. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, 14 ദിവസമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിട്ട് മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാനുള്ള ചർച്ചയും തീരുമാനം എടുക്കാനുള്ള എല്ലാ യോഗവും കഴിഞ്ഞ് അവസാനം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ജനനായകനായിട്ടുള്ള വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് ഇന്ന് 12 മണിക്ക് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് ബദലായിക്കൊണ്ട് ജനങ്ങളുടെ ഇച്ഛയ്ക്കും ജനനായകനും ജനങ്ങൾക്ക് ആവശ്യമുള്ളതുമായ ഒരു ആളെ തിരഞ്ഞെടുത്തുകൊണ്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ അധികം നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അവരുടെ അവരുടെ ഹൈക്കമാൻഡിൻ്റെയും തീരുമാനമാണ് പൊതുവിൽ ആരെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ ആയി തിരഞ്ഞെടുക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷം പറയുന്നത് മാതിരി കുറവാണെങ്കിലും MLA-മാരുടെ ഭൂരിപക്ഷം കുറവാണെങ്കിലും ജനങ്ങളുടെ ഭൂരിപക്ഷം കൂടുതലുള്ളതുകൊണ്ടും അതേപോലെ സോഷ്യൽ മീഡിയയുടെയും ജെൻസി, ഇതൊരു പുതിയ ജെൻസിയാണ്, കേരളത്തിലൊരു പുതിയ ജെൻസി തന്നെ ഉടലെടുത്തുകൊണ്ട് ജെൻസിയുടെ വിജയമാണെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും കണ്ടു വിജയിച്ചതും യുവതലമുറയുടെ ഒരു പ്രകമ്പനം കൊണ്ടാണ്. മറ്റുള്ള പുരാതനമായ രാഷ്ട്രീയ പാർട്ടിക്കാർ അന്തം വിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കേണ്ടി വന്നു, തോറ്റോടേണ്ടി വന്നു, തോൽവി സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ കേരളത്തിലും ഇതൊരു പുതിയ ജൻസിയുടെ വരവായിട്ട് നമുക്ക് കാണാം. എങ്ങനെയാണെങ്കിലും ആളുകളുടെ ഇച്ഛ പോലെ ആളുകൾ ടെൻഷനിലായിരുന്നു. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കും? ഇവിടെ സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹൈക്കമാൻഡ് ആദ്യം തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ ആരാണ് മുഖ്യമന്ത്രി ആകണമെന്നൊക്കെ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ MP-മാരെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് മത്സരിച്ച് MLA ആയി മന്ത്രിമാരൊക്കെ ആകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനൊക്കെ തടയിട്ടുകൊണ്ട് ഇവിടെ MP-മാരെ തടഞ്ഞുകൊണ്ട് പിന്നീട് നോക്കാം, റിസൾട്ട് കഴിഞ്ഞ് ഹൈക്കമാൻഡിന് തീരുമാനിക്കാം, മുഖ്യമന്ത്രിനെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അങ്ങനെയാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും മുഖ്യമന്ത്രി, അങ്ങനെയാണ് നടക്കണേ എന്നൊക്കെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തി. ഇതിൽ നമ്മൾ കാണേണ്ട വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈക്കമാൻഡ് ഒരിക്കലും വി.ഡി. സതീശന് അനുകൂലമൊന്നും ആയിരുന്നില്ല. ഒന്നാമത് വി.ഡി. സതീശൻ്റെ സ്റ്റേണായിട്ടുള്ള തീരുമാനങ്ങൾ, അദ്ദേഹം തീരുമാനങ്ങൾ എടുത്താൽ അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള അദ്ദേഹം പിൻവാങ്ങാറില്ല, ഉറച്ചു നിൽക്കും. അങ്ങനെയുള്ള ഒരു ജനനേതാവായിട്ടുള്ള വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി ഇരുന്ന് കഠിന പ്രയത്നം ചെയ്ത് ജനങ്ങളെയും മറ്റുള്ള സോഷ്യൽ സംഘടനകളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പോരാട്ടം എന്താണെങ്കിലും വളരെയധികം വിജയം കണ്ടു. അതിനകത്ത് ചീഫ് മിനിസ്റ്റർ മോഹികളായിക്കൊണ്ട് KC-യും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഒക്കെ നിന്നു. ഹൈക്കമാൻഡിന് എങ്ങനെയെങ്കിലും വേണുഗോപാലിനെ, ജനറൽ സെക്രട്ടറിയാണ്, AICC ജനറൽ സെക്രട്ടറിയാണ്, വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അത് തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്തുണയുടെ ഇതിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനു മുന്നിൽ അവസാന നിമിഷം വരെ PC വേണുഗോപാലിന് വേണ്ടി നിന്നിരുന്നെങ്കിലും അവസാന നിമിഷം വി.ഡി. സതീശന് വേണ്ടി തീരുമാനം മാറ്റി. ആ തീരുമാനം മാറ്റിയ ഹൈക്കമാൻഡിനും എസ്പെഷ്യലി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിജിക്കും സോണിയാഗാന്ധിജിക്കും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കും അവരെ അതിലേക്ക് തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി നയിച്ച A.K. ആൻ്റണിജിക്കും അതേപോലെ പാണക്കാട് തങ്ങൾക്കൂടെ പോകണം അവർ തീർത്തു പറഞ്ഞു. അവർ പ്രിയങ്കാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയങ്കാജി ഇങ്ങനെ പിൻവാതിലിൽ കൂടെ ഒന്നും വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല, ഇവിടെ ഒരു വിപ്ലവം നടക്കും, ഇവിടെ അത് പ്രശ്നമാവും, ഭരിക്കാൻ സമ്മതിക്കില്ല, അത് തന്നെയല്ല 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ബൈ ഇലക്ഷൻ വരും, എല്ലാം തോറ്റു തിന്നുമ്പാടും, അപ്പോൾ ഞങ്ങൾ പറയരുത് എന്നുള്ള അവരുടെ ശക്തമായ വാണിംഗ് പ്രിയങ്കാജിക്ക് മനസ്സിലായി.
രാഹുൽജിക്ക് അവസാന നിമിഷം വരെ മനസ്സിലായില്ല. എങ്കിലും രാഹുൽജി അവസാന നിമിഷം ജനങ്ങളോടൊപ്പം എന്നുള്ളൊരു തീരുമാനമെടുത്തു. അതിന് അദ്ദേഹത്തിന് നമുക്കൊരു സല്യൂട്ട് പറയാം. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭരണത്തിൽ ഈ ലോകത്ത് മുഴുവനും മിക്ക രാജ്യങ്ങളും അങ്ങനെയാണ്. ഭരണം കിട്ടുന്നോടം വരെ ഞങ്ങൾ ജനപക്ഷമാണ്, ജനങ്ങളുടെ സേവനമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയാണ്, ജനങ്ങളാൽ ഭരിക്കുകയാണെന്നൊക്കെ പറയുമെങ്കിലും ഭരണം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അഴിമതിയും സ്വജനപക്ഷപാതവും ഗുണ്ടായുസവും ഫോഴ്സിനെ മിസ്യൂസ് ചെയ്യുക, നിയമങ്ങളെ വളച്ചൊടിക്കുക, കോടതി ഉത്തരവുകളെ മാനിക്കാതിരിക്കുക എന്ന് വേണ്ട കഴിഞ്ഞ 10 വർഷത്തെ ഭരണം നമ്മൾ കണ്ടു. 5 വർഷം വലിയ കുഴപ്പമില്ല, കലാമിറ്റികളും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് പോയി. അതുതന്നെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായത് മിസ്മാനേജ്മെൻറ്റുകളാണ്. മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് അത്രയും വെള്ളപ്പൊക്കം ഉണ്ടായെന്നാണ് എവിഡൻസും മറ്റുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. എന്താണേലും പിണറായി വിജയനും ഗവൺമെൻറ്റിനോടുള്ള ആ മനുഷ്യൻ്റെ മുഷിപ്പ്, മനുഷ്യൻ്റെ വെറുപ്പ് അത് വോട്ടായി പരിണമിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ, ചരിത്ര വിജയത്തിൽ UDF അധികാരത്തിൽ വന്നു. ജനനായകനായ ആ ലീഡറെ മുന്നിൽ നിന്ന് നയിച്ച മിസ്റ്റർ VD സതീശൻ ടീം ലീഡർ തന്നെ മുഖ്യമന്ത്രിയായി വരുന്നു. അപ്പോൾ ഈ കറപ്ഷനെല്ലാം ഒരു മാറ്റം ഉണ്ടാവും, അല്ലെ കുറവെങ്കിലും ഉണ്ടാവും, എല്ലാം ഒന്ന് ലെവലിൽ വരും എന്നൊക്കെയുള്ള ജനങ്ങളുടെ വിശ്വാസം. ജനങ്ങൾ ആഹ്ലാദഭരിതരാണ് എല്ലാവരും. അത് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. ജനവിദ്വേഷത്തിന് പാത്രീഭവിച്ചു കഴിഞ്ഞാൽ പാർട്ടിയും നശിക്കും. അത് തന്നെയല്ല, വീണ്ടും ഇവിടെ ഒരു അധികാരത്തിൽ വരണമെങ്കിൽ ഇവിടെ നിന്ന് മത്സരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ അവർ മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ജൻസി വളരെയധികം ലോകരാജ്യങ്ങൾ വരെ ഉറ്റുനോക്കിയതാണ്. ഇത് ഒരു സത്യത്തിൻ്റെ വിജയമാണ്. അതേപോലെ അസത്യത്തിൻ്റെ അല്ല, ഗുണ്ടായുസത്തിൻ്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും മിസ്യൂസിൻ്റെയും ഒക്കെ അറുതി വരുത്തിക്കൊണ്ട് കേരളം ഭയപ്പെട്ടു. കേരളം ഒരു നാർക്കോട്ടിക് കൺട്രിയായി മാറും. ഓൾറെഡി യുവജനങ്ങളെല്ലാം നാട് വിട്ടുപോയി. ഇവിടെ ജോലിയില്ല, തൊഴിലില്ല, കൂലിയില്ല, ഒന്നുമില്ല. എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കിയ തച്ച് പൊടിച്ച് വീണ്ടും ഉണ്ടാക്കി അതിൻ്റെ കമ്മീഷൻ പറ്റിക്കൊണ്ട് മാത്രം വികസനം ഉണ്ടാകില്ല. അതേപോലെ തന്നെ നമ്മുടെ കേരളയിൽ ജനങ്ങളെ എല്ലാം അകറ്റി കേരളത്തിൻ്റെ നടുക്ക് കൂടെ പോയിട്ട് അത് വിവേചിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പാരിസ്ഥിതിക്ക് കുട്ടം വരുത്തിക്കൊണ്ട് അത് റിയൽ എസ്റ്റേറ്റ് മാഫിയാക്കാൻ വേണ്ടി പാർട്ടിക്കാരുടെയും പാർട്ടി ഗുണ്ടകളുടെയുമുള്ള കലുഷിതമായ പ്രവർത്തനം ജനങ്ങൾ കണ്ടു. വീടിൻ്റെ നടുക്ക് അടുക്കളയിൽ കൊണ്ടുവന്ന് കുറ്റിയിടുക, അതിൻ്റെ പേര് കമ്മീഷൻ അടിക്കുക, എന്തെല്ലാമായിരുന്നു. കേരയിൽ ഫോൺ എല്ലാ കേയും കൊള്ളയിൽ അവസാനിച്ചു. ഇത് പാർട്ടികൾ നടത്തി. ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊരു പുതുശക്തി നടത്തിക്കൊണ്ട് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയുടെ VD സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അടുത്ത 5 വർഷക്കാലം നല്ലൊരു സൽഭരണം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. സുഹൃത്തുക്കളെ, എന്തായാലും ഹൈക്കമാൻഡിനും കോൺഗ്രസ് ഹൈക്കമാൻഡിനും അതിനുവേണ്ടി തീരുമാനമെടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച എന്താണേലും നിയുക്ത മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം KC വേണുഗോപാൽ ഫുൾ സപ്പോർട്ട് ഓഫർ ചെയ്തു. നമ്മുടെ രമേശ് ചെന്നിത്തലജിയും വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പാർട്ടി ഇല്ലാണ്ട് സിംഗിളിസത്തിനും ഒരു വ്യക്തിക്കും ഒരു പ്രാധാന്യവുമില്ല. ഒരു വ്യക്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തിയല്ല പ്രധാനം, ജനങ്ങളാണ് പ്രധാനം. ആൾക്കൂട്ടമാണ്, ആളുടെ ഇഷ്ടമാണ്, അതാണ് നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു പേരും ഒരു ഹൈക്കമാൻഡും കുറഞ്ഞ വ്യക്തികളിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ, അവരുടെ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാശം വരുമെന്ന് ഒരുപാട് സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് ഇതുവരെയും പഠിച്ചിട്ടില്ല. കോൺഗ്രസ് ഒരുപാട് കണ്ടു, അപ്പോൾ അവരത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഹൈക്കമാൻഡ് അവസാന നിമിഷത്തിൽ ജനാഭിലാഷത്തിന് ഒപ്പം നിന്നതിനെ അവരോട് നന്ദി പറയുന്നു. ജനങ്ങൾക്കൊരു പ്രതീക്ഷ കൊടുത്തു. ജനങ്ങൾ ഹാപ്പിയാണ്. അല്ലാത്ത പക്ഷം എങ്ങനെയെങ്കിലും 6 മാസം തട്ടിമുട്ടിയും ഭരിക്കും. അത് മറ്റുള്ളവർ ജനങ്ങളെതിരാണ്, ആൾക്കാരെതിരാണ്. അതുമായിട്ടൊരു ഭരണവും നടക്കുകയില്ല. ബൈ ഇലക്ഷനിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. താങ്ക് യു വെരി മച്ച്. ഔട്ട്.